ഇത് ഈ 11 മണിവേട്ടത്തിന് ബന്ധമുള്ള ആളാണോ ഇത്? നിങ്ങൾക്കുള്ള ചോദ്യമോ ഉത്തരമോ അല്ല. അതെ അതെ. പിന്നെ നിങ്ങൾ എന്തിനതിനകത്ത് ബന്ധപ്പെടുന്നത്? അല്ല, ഇവൻ ഈ അറിവ് കാണിക്കുന്ന പരിപാടി കുറച്ച് കൂടുതലാണ്. 11 മണിക്ക് കഴിവുള്ള ആളെ ഇവൻ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തു എന്നുള്ള ആൾ ആലോചിക്കുന്നത്. ഇവൻ നെപ്പോട്ടിസമാണ്. എന്റെ ഫാദർ അങ്ങനെയൊന്നുമല്ല. പുള്ളിയല്ല, ഞാൻ നെപ്പോ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യം. അല്ല അതെനിക്കറിയാം, കൃത്യമായിട്ട് എനിക്കറിയാം. അല്ലേ? അതെ അതെ. കാരണം അച്ഛനെ ഇത്രയും മോശമായിട്ട് പറയണ വേറൊരു സംഭവമുണ്ട്. അതായത് ആദ്യമായിട്ട് ശ്രീനേട്ടൻ ഞാൻ അതായത് മകനെ അടിക്കുന്നത് അവൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചപ്പോഴാണ്. അത് സിനിമയോടുള്ള സ്നേഹം കൊണ്ട്. ഈ കഥയൊക്കെ ഇങ്ങനെ അറിയാം. ഓ, ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലത്തെ കാര്യമൊക്കെ ഇവരെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ല, ഇവനോട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. പരസ്യമായിട്ട് പറഞ്ഞത്. അതിനുശേഷമാണ് ശ്രീനിയേട്ടൻ കൃഷിയെ സ്നേഹിച്ചു തുടങ്ങിയത്. അല്ലല്ല, ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയത് അതിനുശേഷമാണ്. അല്ലല്ല, അതെന്താ അറിയാം, അത് സംഭവം എന്ന് വെച്ചാല് ഒരു സിനിമ കണ്ടിട്ട് അവന്റേതായ റിവ്യൂ പറഞ്ഞു. ഈ പടം പൊളിഞ്ഞ് പാളി, എന്ത് കൂതറ ക്ലൈമാക്സ് ആണെന്ന് അവൻ പറഞ്ഞു. കഥ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത് എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് സിനിമയാണ് ആഗ്രഹമെന്ന് കൊടുത്തു വരണം. സൂപ്പർ ഹിറ്റായ പടം ഫ്ലോപ്പ് ആവുമെന്ന് പറഞ്ഞ ആളാ. അവൻ ഉറങ്ങിപ്പോയി, എന്നെ പ്രവീണോട് ഉറങ്ങിപ്പോയി അവൻ. ശരി, ഇനി അവർക്കുള്ള ചോദ്യം അല്ലേ? അവർക്കുള്ള ചോദ്യം കൊടുക്കാം. ഇവരെങ്ങനെ ഇത് ഡീൽ ചെയ്യുന്ന നോക്കാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2, ചോയ്സ് ഓഫ് ടോപ്പിക്സ്. അവിടെ വരും. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, ആനുകാലികം, സാഹിത്യം. ഒരു പിണ്ണാക്ക് പറഞ്ഞൂടാ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയാണോ ടോപ്പിക്? അതേ വർക്കാവൂ, ബാക്കിയൊന്നും അറിയില്ലല്ലോ. ഇന്ത്യൻ സിനിമ ടോപ്പിക്. ഇന്ത്യൻ സിനിമയുടെ ക്വസ്റ്റ്യൻ ആണ്. കഥ പറയുമ്പോൾ എന്ന മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിൽ മലയാളത്തിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം അവതരിപ്പിച്ചത് ഷാരൂഖ് ഖാൻ. ഇന്ത്യൻ സിനിമയൊന്നുമല്ല അളിയ, ഇത് ചതിയല്ല, നിനക്ക് വേണ്ടി വെച്ച ചോദ്യ. നീ കായ് കൊടുക്ക, ആര് പറഞ്ഞു? നീ സിനിമ എടുത്താൽ മതിയായിരുന്നു. അല്ല, അവിടെ പാളിപ്പോയി. അല്ല, ഇതിന്റെ ഒരു കഥ ഞാൻ ഇപ്പൊ പറയട്ടെ. ഈ ബില്ലു ഈ കഥ പറയുമ്പോൾ തമിഴിൽ ചെയ്ത സമയത്ത് ആരാണ് ചെയ്തത്? രജനീകാന്ത്. അദ്ദേഹം ഈ മനുഷ്യന്റെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യൂ, ഞാൻ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എന്റെ മക്കൾ അഹങ്കാരികളായി, ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.